എല്ലാവർക്കും നമസ്കാരം. ദ കിക്ക് ഓഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ചില ട്രാൻസ്ഫർ വാർത്തകളെ പറ്റിയാണ്. കഴിഞ്ഞ എപ്പിസോഡിലും സംസാരിച്ച ട്രാൻസ്ഫർ വാർത്തകളെ പറ്റിയാണ്. ഇന്ന് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആർസണലിനെ പറ്റിയും അത്ലറ്റിക്കോ മാഡ്രിഡിനെ പറ്റിയുമാണ്. അപ്പോൾ കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ രണ്ട് ടീമുകൾക്ക് ഈ സീസണിൽ കൂടുതൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവരുടെ മാനേജർമാരുടെ നില തന്നെ പരിമിതിയിലാകുന്ന ഒരു സീസൺ ആയിരിക്കും ഈ സീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആർസണലിൽ നിന്ന് തുടങ്ങിയാൽ വിക്ടർ ഗ്യോക്കേഴ്സിന്റെ സൈനിങ് അവിടെ നടന്നിട്ടുണ്ട്. അവർ ഡീലിംഗ് നടന്നിട്ടുണ്ട്. 73 മില്യണാണ് വിക്ടർ ഗ്യോക്കേഴ്സിനെ ആർസണൽ സ്പോർട്ടിങ്ങിൽ നിന്ന് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഏതൊരു പ്ലെയറിനേക്കാളും 20 ഗോൾ കൂടുതൽ നേടിയ ഒരു സ്ട്രൈക്കറാണ് ഈ വിക്ടർ ഗ്യോക്കേഴ്സ് എന്ന് പറയുന്നത്. സ്വീഡിഷ് പ്ലെയർ ആയിട്ടുള്ള ആ കരിയറിന്റെ പീക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറിനെയാണ് ആർസണലിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആർസണലിന്റെ ദീർഘനാളുകളായിട്ടുള്ള ഒരു കണ്ടെത്തൽ, ഒരു തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നമ്പർ 9 പൊസിഷനിലേക്ക് ഇപ്പോൾ ഇതാ ഒരു ആൾ വന്നിരിക്കുന്ന ഒരു മികച്ച ഒരു സ്ട്രൈക്കറെ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള, നല്ല സ്കോറിംഗ് സ്കില്ലുള്ള ഒരു സ്ട്രൈക്കറെയാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എന്താ ചോദിച്ചാൽ, കഴിഞ്ഞ സീസണിൽ ഇത്രയും ഗോളുകൾ ഗ്യോക്കേഴ്സ് അടിച്ചിട്ടുണ്ടെങ്കിലും അതിലൊരെണ്ണം പോലും ഹെഡ് ചെയ്ത് നേടിയിട്ടില്ല എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ആർസണൽ ഈ സെറ്റ് പീസുകളിൽ നിന്ന് ഗോളുകൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അവർക്ക് അതിന് മെയിൻ കോച്ചിങ് തന്നെ അതിനുവേണ്ടി എടുക്കുന്ന ഒരു ടീം ആയതുകൊണ്ട് ഈ സെറ്റ് പീസുകളിൽ നിന്ന് ഗോളുകൾ നേടേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കും. അപ്പോൾ ഗ്യോക്കേഴ്സ് ഇതുവരെ അവിടെ ഹെഡറിൽ കൂടെ ഗോൾ നേടിയിട്ടില്ലെങ്കിലും പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും എന്ന അവസ്ഥയെന്ന് നമുക്ക് കണ്ടറിയാണ്. പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പ്ലെയറാണ്. ഞാൻ എല്ലാ കളിക്കാരെയും പറ്റി പറയുമ്പോൾ മറ്റ് ലീഗുകളിൽ നിന്ന് ഈ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഇല്ല എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ പ്രീമിയർ ലീഗ് കുറച്ചുകൂടെ ടൈറ്റാണ്. അവരുടെ ഗ്രൗണ്ട് കുറച്ചുകൂടെ ടൈറ്റ് ആയിരിക്കും. കാരണം നല്ലൊരു ക്രൗഡ് പോലെ നമുക്കത് ഫീൽ ചെയ്യും. ആ ക്രൗഡിൽ നിന്ന് എത്രത്തോളം മനോഹരമായിട്ട് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാനും പാസിങ്ങൾ കൊടുക്കാനും ഒക്കെ കഴിയുമോ അത്രത്തോളം ആ പ്ലെയർ വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. മറ്റ് ലീഗിലൊന്നും അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ക്രൗഡ് നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കില്ല. എന്തായാലും ഗ്യോക്കേഴ്സ് ആർസണലിലേക്ക് വരികയാണ്. ദീർഘനാളുകളായിട്ട് തിരഞ്ഞുകൊണ്ടിരുന്ന ആ സ്ട്രൈക്കറെ അങ്ങനെ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മൈക്കൽ ആർട്ടറ്റയുടെ കാര്യം പറഞ്ഞാൽ, കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഇത്രയും നാളുകളായി 4-5 വർഷമായിട്ട് ഈ ആർസണലിന്റെ മാനേജറാണ്. പക്ഷേ ഇതുവരെ ഒരു മേജർ ട്രോഫി അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് വളരെ ഒരു പോരായ്മയാണ്. ഈ സീസണിലെങ്കിലും എന്തെങ്കിലും നേടിയില്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റുന്ന നിലയിലൊക്കെ ബോർഡ് ചിന്തിച്ച് നമുക്ക് ആരെ കുറ്റം പറയാൻ പാടില്ല. കാരണം മറ്റ് ഇപ്പം ആർസണൽ കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു ഗെയിമാണ് അവർ കളിക്കുന്നത്. പക്ഷേ ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂർണമെന്റിന്റെ അവസാനത്തോടെടുക്കുമ്പോൾ അവരുടെ പഴയ ഫോം അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥ വരുന്നു. കാരണം ആ ഒരു ബെഞ്ച് സ്ട്രെങ്തിന്റെ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ആയിരിക്കാം ചിലപ്പോൾ അതിന്റെ കാരണം. എന്തായാലും നമുക്ക് ഈ സീസണിൽ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് നാം വിചാരിക്കുന്നത്. കാരണം അവർക്ക് പുതിയ സൈനികളൊക്കെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ തോമസ് പാർട്ടി അവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഗ്യോക്കേഴ്സിനെ സൈൻ ചെയ്തു, നോർഗാർഡിനെ അവർ സൈൻ ചെയ്തു. പിന്നെ അവരുടെ മേജർ സൈനിങ് എന്ന് പറയുന്നത് മിഡ്ഫീൽഡിൽ സുബിമെൻഡിയും കൂടെ കൊണ്ടുവന്നുള്ളതാണ്. അപ്പോൾ മാർട്ടിൻ ഒഡേഗാർഡും ഈ സുബിമെൻഡിയും കൂടെ ചേരുമ്പോൾ ആ ഫ്രണ്ട് ത്രീയിലേക്ക് കൂടുതൽ പാസുകൾ എത്തിക്കുന്നതിന് ഇവർക്ക് ഈ രണ്ടുപേർക്കും കഴിയും. പിന്നെ ഈ ഡെക്ലാൻ റൈസിന് പകരക്കാരനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു നോർഗാർഡിനെയും കൂടെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ കൂടുതൽ ബെഞ്ച് സ്ട്രെങ്ത് കൂടെ ഈ ആർസണലിനെ സഹായിക്കും എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ പുതിയ സൈനിങ്ങുകളൊക്കെ വീണ്ടും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കഴിഞ്ഞ സീസണിലായാലും ഇപ്പം ക്രിസ്റ്റൽ പാലസ് FA കപ്പ് അടിക്കുന്നു, ചെൽസി കോൺഫറൻസ് ലീഗ് അടിക്കുന്നു, പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് നേടുന്നു. പിന്നെ ഈ ലീഗിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും അവസാന 16-17 സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത സ്പർസ്, ടോട്ടൻഹാം യൂറോപ്പ ലീഗ് നേടുന്നു. അപ്പോൾ അവർ മറ്റ് ഈ ചെറിയ ക്ലബ്ബുകളും വലിയ ക്ലബ്ബുകളും ഒക്കെ ടൂർണമെന്റുകൾ ജയിക്കുമ്പോൾ ഈ ആർസണൽ മനോഹരമായ ഗെയിം കളിച്ചിട്ടും ആർസണൽ ടൂർണമെന്റുകളിൽ വിജയിക്കാത്തത് അവരുടെ ആരാധകർക്കും ബോർഡിനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി വേറൊരാളെ കൊണ്ടുവരണമെന്ന് ചിന്തിച്ചാൽ, ഈ സീസൺ കഴിയുമ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ ഏകദേശം അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മാനേജറായിട്ടുള്ള സിമിയോണിയുടെ അവസ്ഥ. ഇപ്പം 14 വർഷത്തോളം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുകയാണ് സിമിയോണി. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ യൂറോപ്പിലേക്കൊക്കെ കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായിട്ട് ഈ അത്ലറ്റിക്കോ മാഡ്രിഡിനെ വളർത്തിയത് ഈ സിമിയോണിയാണ്. അപ്പോൾ 2 തവണ അവർ സിമിയോണിയുടെ കാലത്ത് UCL ഫൈനൽ കളിക്കുന്ന യൂറോപ്പ കപ്പ് അടിച്ചിട്ടുണ്ട്. 2 തവണ ലാലിഗ ചാമ്പ്യന്മാരായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ടീമായിട്ട്, മികച്ചൊരു ടീമായിട്ട് അവരെ വളർത്തിയെടുത്തത് സിമിയോണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ അവർക്ക് ട്രിബിൾ നേടാനുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തോടെ എടുക്കുമ്പോൾ ഒരു ട്രോഫി പോലും നേടാൻ കഴിയാതെ അവർ ആ സീസൺ നിർത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിലും റയൽ മാഡ്രിഡിനോട് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഏറ്റ തോൽവി അത് അവരെ തകർത്തു കളഞ്ഞു എന്ന് വേണം പറയാം. അതിന് മുമ്പേ ഒക്കെ ബാഴ്സലോണയോടൊക്കെ കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായിരുന്നു ഈ അത്ലറ്റിക്കോ മാഡ്രിഡ്. പക്ഷേ ആ ഒരു മത്സരത്തിന് ശേഷം അവർ ടീമിന്റെ പ്ലേയേഴ്സിലൊക്കെ അങ്ങ് ഫോം ഡിപ്പ് വന്നു. മത്സരങ്ങളിൽ തോൽക്കാൻ തുടങ്ങി. ആ ഒരു നമുക്കറിയാം, എല്ലാവർക്കും ഓർമ്മിക്കുന്നുണ്ടാവും ആ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ അൽവാരസിന്റെ ഡബിൾ ടച്ച് ഗോൾ ഡിസലോ ചെയ്ത് നമുക്കെല്ലാം ഓർമ്മയുണ്ടാകും. അപ്പോൾ അതിനുശേഷം
അത്ലറ്റിക് മാഡ്രിഡിന് വേണ്ടത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ സിമോണിയുടെ അവസ്ഥയും വളരെ പരിതാപകരമായിരിക്കാം. കാരണം ഈ നല്ലൊരു ടീമിനെ വെച്ചുകൊണ്ട് വേറൊരു മാനേജറെ അവർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സീസണിൽ അത്ലറ്റികോ മാഡ്രിഡ് മികച്ച സൈനിങ്ങുകളാണ് നടത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് അവർ സൈൻ ചെയ്തിരിക്കുന്നത് ജോണി ഗാർഡോസോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്ലെയറാണ്. റയൽ ബെറ്റിസിൽ നിന്ന് 20 മില്യൺ ആണ് അവർ അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ തേർഡിലേക്ക് മികച്ച പാസുകൾ നൽകാനും ഡിഫൻസീവ് എബിലിറ്റി ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ് ഈ ജോണി ഗാർഡോസോ എന്ന് പറയുന്നത്. മറ്റൊരു സൈനിങ് ആണ് മറ്റയോ റുഗേരി എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാൻ സാധിക്കുന്ന അറ്റ്ലാന്റയിൽ നിന്ന് സൈൻ ചെയ്ത ഒരു പ്ലെയറാണ്. 20 മില്യൺ ആണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സാമുവലിനേക്ക് കൂടുതൽ അറ്റാക്കിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഉള്ള ഒരു പ്ലെയറാണ് ഈ മറ്റയോ റുഗേരി എന്ന് പറയുന്നത്. അവരുടെ മറ്റൊരു സൈനിങ് ആണ് അലക്സ് ബേന എന്ന് പറയുന്നത്. വിയറയിൽ നിന്നാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത്. 50 മില്യൺ യൂറോയ്ക്കാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഈ ലാലിഗയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ പ്ലെയറാണ്. അപ്പോൾ ഫ്രണ്ട് ത്രീയിലേക്ക് കൂടുതൽ പാസുകൾ വരാൻ ഇദ്ദേഹത്തിൽ നിന്ന് സാധിക്കും. പിന്നെ അർജന്റീനൻ പ്ലെയർ ആയിട്ടുള്ള അൽമേഡയെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ് ഈ അൽമേഡ. നമുക്ക് ഈ അർജന്റീനയുടെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കാണും, ക്രൂഷ്യൽ ഗെയിമിലൊക്കെ അർജന്റീനയെ ഗോളുകൾ നേടി രക്ഷപ്പെടുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹവും ഈ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് വരികയാണ്. ഒരു മിനി അർജന്റീന എന്ന് വേണമെങ്കിൽ ഈ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പറയാം. എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്ത സീസണിൽ ഈ ആർസനലിൻ്റെയും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവർ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ എത്രാമത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും? മറ്റു ടൂർണമെൻറ്റുകളിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഈ രണ്ട് ടീമുകൾക്കും ചാമ്പ്യൻസ് ലീഗ് നേടാനുള്ള ശക്തിയുണ്ട്, ലീഗുകൾ നേടാനുള്ള ശക്തിയുണ്ട്, അവരുടെ ഡൊമസ്റ്റിക് ടൂർണമെൻറ്റുകളിൽ വിജയിക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എത്രത്തോളം അത് നമ്മുടെ ഈ ആരാധകരുടെ ആഗ്രഹത്തിനനുസരിച്ച് മുൻപോട്ട് പോകുമോ നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്